നീറ്റ് 2025 കഴിഞ്ഞ വർഷത്തെ നീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഞാനൊരു 11:30 ആകുമ്പോൾ തന്നെ എക്സാം സെൻറ്ററിലേക്ക് കയറിയതാണ്. പക്ഷേ ഞാൻ എക്സാം ഹാളിലേക്ക് കയറുമ്പോഴത്തേനും 1:55 അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അത്രയും ഡിലേ ബയോമെട്രിക്സ്, രജിസ്ട്രേഷൻ, ഫ്രിസ്കിങ് അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയ സെൻറ്ററിലുണ്ടായിരുന്നത്. തീരെ ഒട്ടും ഓർഡർ ഇല്ലാത്ത, തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ കൃത്യം 2 മണി ആവാനാവുമ്പോഴാണ് നമ്മൾ എക്സാം ഹാളിൽ തന്നെ കയറുന്നത്. എക്സാം ഹാളിൽ കയറി ഇങ്ങനെ ഓടിക്കതച്ച് എക്സാം ഹാളിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് അപ്പം തന്നെ ഒരു മിനിറ്റ് പോലും ഒരു റിലാക്സേഷൻ ടൈം കിട്ടാത്ത രീതിയിലായിരുന്നു നമുക്ക് ഈ വർഷത്തെ നീറ്റ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം തന്നെ 2 മണിയായി, ബെല്ലടിച്ച് അപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് നോക്കി. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പൊതുവെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിനൊക്കെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. അപ്പം ഈ വർഷവും നീറ്റിനും ഞാൻ ഫസ്റ്റ് തന്നെ ബയോളജി നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാ പേജും ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ ഫിസിക്സൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ തന്നെ കുറച്ച് പാടാണോ എന്ന് തോന്നിയതാണ്. പക്ഷേ ഓക്കെ, എന്തേലും ആവട്ടെ, ഫസ്റ്റ് ബയോളജി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തുടങ്ങി. ആദ്യം ബയോളജി എഴുതാൻ തുടങ്ങിയപ്പോൾ ഓടിക്കതച്ച് വന്നിട്ട് ഒരു കിതപ്പ് മാറിയില്ലായിരുന്നു. കാരണം 1:55 അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ എക്സാം സെൻറ്ററിൽ എൻ്റെ സ്ഥലത്ത് ഞാൻ ഇരുന്ന ഉടനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. ആദ്യം തന്നെ ബയോളജി തുടങ്ങുമ്പോൾ തന്നെ അത്ര നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ല എളുപ്പമില്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തോന്നിയത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഇവിടുന്ന് JPS എഴുതുന്ന എക്സാമിൽ ബയോളജി കുറച്ച് ലെങ്തി ആവലുണ്ട്. ഇതുപോലൊക്കെ തന്നെ കുറച്ച് നല്ല ടൈറ്റ്, നല്ല കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ എഴുതി ശീലിച്ചതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബയോളജി അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. എനിക്ക് പൊതുവെ ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത് ബയോളജിക്കാണ്. ഞാൻ ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്ത് എടുക്കുക ബയോളജി തന്നെയാണ്. ഇപ്പം നീറ്റിനും ഞാൻ അതുപോലെ 1 അവർ ബയോളജിക്ക് എടുത്തു. പിന്നെ നേരെ കെമിസ്ട്രി എടുത്തപ്പോഴും എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. എനിക്ക് അത്ര നല്ല രീതിയിൽ, എനിക്ക് അത്ര സിമ്പിളായിട്ട് അങ്ങനെ തോന്നിയില്ല. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു ഈ വർഷത്തെ കെമിസ്ട്രി കഴിഞ്ഞ് ഫിസിക്സ് തുടങ്ങിയപ്പോൾ തന്നെ ഫിസിക്സ് കുറച്ചധികം ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇപ്പം എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാനെടുത്തു, എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കത് കിട്ടിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തു, അതും എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പം തന്നെ ആകെപ്പാടെ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോയി. പിന്നെ ഓക്കെ, അങ്ങോട്ടങ്ങ് ചെയ്തു. പക്ഷേ ഇവിടുത്തെ എക്സാമിന് ഇവിടുത്തെ മോക്ക് ടെസ്റ്റിന് കുറച്ചൊക്കെ ടഫ് ക്വസ്റ്റ്യൻ ഫിസിക്സ് വരലുണ്ട്. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച പോലത്തെ ടൈപ്പ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. പക്ഷെ എന്നാലും കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു ഈ വർഷത്തെ ഫിസിക്സ്. ഓൾ ടോട്ടൽ ഈ വർഷത്തെ പേപ്പർ കുറച്ചധികം ടഫാണ്, ഒരു എബവ് ആവറേജ് ലെവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻ്റ് ഒരു പ്രശ്നമായിരുന്നു. ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനൊന്നും പറ്റിയില്ല. അവസാനം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ബാക്കിയാകുമ്പോൾ ബയോളജി 1-2 വിട്ടിട്ടുണ്ട്. 1-2 കുറച്ചെണ്ണം ബയോളജി വിട്ടിട്ടുണ്ട്, കെമിസ്ട്രി വിട്ടിട്ടുണ്ട്, ലാസ്റ്റ് റൗണ്ട് നോക്കാമെന്ന് വെച്ചിട്ട്. അതുപോലെ ഫിസിക്സ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആകപ്പാടെ ലാസ്റ്റ് 15 മിനിറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ആകപ്പാടെ ഒരു ഹരിബറി പോലെ ആയിപ്പോയി. കാരണം ആദ്യം തുടങ്ങുമ്പോഴും അങ്ങനെ 2 മണിക്കാണെങ്കിലും ഒരു 2:10 ആയി സത്യം പറഞ്ഞാൽ തുടങ്ങാൻ. കാരണം എക്സാം ഹാളിൽ വന്നതിൻ്റെ ആ ഒരു പ്രശ്നം, ഓടിക്കതച്ച് വന്നതിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം തുടക്കത്തിലും കുറച്ച് ടൈം പോയി, ലാസ്റ്റ് ആയപ്പോഴും ആകെ മൊത്തം ഒരു കോൺഫിഡൻസ് പോകുന്ന പോലെ തോന്നി. ലാസ്റ്റ് ആയപ്പോഴും കുറച്ച് സമയം പോയി. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓൾ ടോട്ടൽ ഒരു എബവ് ആവറേജ് ലെവലായിരുന്നു ഈ വർഷത്തെ പേപ്പർ. പക്ഷേ നമ്മൾ ഇവിടുന്ന് JPS എഴുതിയ മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു ലെവലിലും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ലെവലിലും നമ്മൾ ഇവിടുന്ന് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഈസി, മീഡിയം, ഹാർഡ് ലെവലിലൊക്കെ നമുക്ക് തരുന്നത് കൊണ്ടും കുറേയൊക്കെ ടൈറ്റ് പേപ്പർ എഴുതി ശീലിച്ചത് കൊണ്ടും ഒരു പരിധി വരെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം ഹാളിൽ നിന്ന് എക്സാം ടഫാണ്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ കുറേ സമയം ഞാൻ കളഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെറുതെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്തു. പിന്നെ എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കീ നോക്കുന്നത് വരെ എനിക്കൊരു വല്ലാത്തൊരു ഇതായിരുന്നു. എന്താ പറയുക, ശരിക്കും എഴുതിയില്ലല്ലോ, എക്സാം നല്ല ടഫായിരുന്നല്ലോ, ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്നൊക്കെ. പിന്നെ എല്ലാവരും കീ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും ടഫാണ്. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ എന്തായാലും കട്ട് ഓഫ് കുറയും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ടഫായിട്ടുള്ള പേപ്പർ ആകുമ്പോൾ പിന്നെ നമ്മൾ മാർക്കിലല്ലല്ലോ, നമ്മൾ കട്ട് ഓഫും റാങ്കും ഒക്കെ ആണല്ലോ നോക്കണ്ടേ.
സോ എനിക്ക് ഇനി അടുത്ത വർഷം എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, എക്സാം ചിലപ്പോൾ ഈസി ആവും, ടഫാവും, എങ്ങനെയാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങളെപ്പോഴും ഓർക്കുക, കാരണം നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാവും. ബിക്കോസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ടഫായിട്ട് തോന്നുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം എക്സാം ഹാളിൽ നിന്ന് അയ്യോ എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ എക്സാം ഹാളിൽ നിന്നേ എനിക്ക് പറ്റില്ല, കയ്യിൽ നിന്ന് പോയി എന്നും പറഞ്ഞിരിക്കരുത്. കാരണം ചിലപ്പം 600 മാർക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പം 600 ആയിരിക്കും ചിലപ്പോൾ ആ വർഷത്തെ ടോപ്പ്. അങ്ങനെ വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മാക്സിമം എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ശ്രദ്ധിച്ച് എഴുതുക. ഈ വർഷം ക്വസ്റ്റ്യൻ കുറച്ച് ടഫായി എന്ന് കരുതിയിട്ട് അടുത്ത വർഷം ഇതുപോലെ ടഫ് ആവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആവണമെന്നോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏതും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നമുക്ക് ഒരു സബ്ജക്റ്റും എങ്ങനെ വരുന്നു ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള NCERT പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ബയോളജിയിൽ നിന്ന് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, എല്ലായിടത്തും ചോദിച്ച്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് വായിക്കുക, ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ടെക്സ്റ്റ് വായിക്കുക, NCERT മാക്സിമം കവർ ചെയ്യുക. NCERTയിൽ നമ്മൾ ചാപ്റ്റർ മാത്രമല്ല അതിൻ്റെ ബാക്കിലുള്ള ഇൻഡെക്സും മുന്നിലുള്ള ഇൻട്രൊഡക്ഷനും ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം NCERT കംപ്ലീറ്റ് കവർ ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് ആ 3 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് എന്താവുമെന്ന് ചിന്തിക്കാതെ ആ 3 മണിക്കൂർ നമ്മൾ പഠിച്ചതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാം. ബാക്കി പിന്നെ റിസൾട്ട് വരുമ്പോൾ കാണാം. അല്ലെങ്കിൽ ആ 3 മണിക്കൂർ നമ്മൾ അയ്യോ എനിക്ക് കിട്ടില്ലല്ലോ, അയ്യോ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ചിന്തിക്കരുത്. ചിലപ്പം നമുക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. അതൊന്നും എക്സാം ഹാളിൽ നിന്നേ പ്രെഡിക്റ്റ് ചെയ്തിരിക്കരുത്. നമ്മൾ മാക്സിമം എല്ലാ കൺസെപ്റ്റ് അറിഞ്ഞ് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നല്ല രീതിയിലെല്ലാം കവർ ചെയ്ത് പഠിക്കുക. ആ പഠിച്ചത് 3 മണിക്കൂർ വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ് നമ്മൾ എക്സാം എഴുതുക.